സോ നമ്മളുടെ നെക്സ്റ്റ് ക്ലാസ് റിസപ്റ്റേഴ്സ് ആണ് കൈനീസ് ലിങ്ക്ഡ് റിസപ്റ്റർ അല്ലെങ്കിൽ ട്രാൻസ്മെംബ്രെയിൻ എൻസൈം ലിങ്ക്ഡ് റിസപ്റ്റർ. തേർഡ് ക്ലാസ് ഓഫ് റിസപ്റ്റേഴ്സ് ആണ്. സോ ഫസ്റ്റ് വൺ ഈസ് അയൺ ചാനൽ റിസപ്റ്റർ. രണ്ടാമത് നമ്മൾ പഠിച്ചത് GPSR ആണ്, ജി പ്രോട്ടീൻ കപ്പിൾഡ് റിസപ്റ്റർ അല്ലെങ്കിൽ മെറ്റബോട്രോഫിക് റിസപ്റ്റർ. തേർഡ് വൺ എന്ന് പറയുന്നത് കൈനീസ് ലിങ്ക്ഡ് റിസപ്റ്റർ അല്ലെങ്കിൽ ട്രാൻസ്മെംബ്രെയിൻ എൻസൈം ലിങ്ക്ഡ് റിസപ്റ്റർ. അതായത് ഈ റിസപ്റ്റേഴ്സിനകത്ത് എപ്പോഴും ഒരു എൻസൈം ലിങ്ക് ചെയ്തിട്ടുണ്ടാവും. ഈ റിസപ്റ്ററിൻ്റെ കാറ്റലിസ്റ്റിക് അതായത് സെല്ലിനകത്തുള്ള പാർട്ടിൽ എപ്പോഴും ഒരു എൻസൈം വന്ന് ലിങ്ക് ചെയ്തിട്ടുണ്ടാവും. അതുകൊണ്ടാണ് ഇതിനെ ട്രാൻസ്മെംബ്രെയിൻ എൻസൈം ലിങ്ക്ഡ് റിസപ്റ്റർ എന്ന് പറയുന്നത്. സോ നോക്കിക്കേ, ദിസ് ക്ലാസ് ഓഫ് റിസപ്റ്റർ ഹാവ് എ സബ് യൂണിറ്റ് വിത്ത് എൻസൈമാറ്റിക് പ്രോപ്പർട്ടി ഓർ ബൈൻഡ് എ ജാക്ക്. ജാക്ക് മീൻസ് ജാനസ് കൈനേസ് എന്നാണ് പറയുന്നത്, അതിന് ജാക്ക് എന്ന് പറയും. സോ ജാനസ് കൈനേസ് എൻസൈം ഓൺ ആക്ടിവേഷൻ. അപ്പോൾ ഈ റിസപ്റ്റർ നിങ്ങൾ ആ പടം ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. ആ പടം നോക്കിക്കേ, അതിനൊരു ഹോർമോൺ ബൈൻഡിങ് സൈറ്റ് ഉണ്ട്. അതായത് എക്സ്ട്രാ സെല്ലുലാർ ഡൊമൈൻ സെൽ മെംബ്രെയിൻ നിങ്ങൾ നോക്കിയാൽ മതി, യെല്ലോ കളറിൽ ഒരു സെൽ മെംബ്രെയിൻ ആണ്. ആ സെൽ മെംബ്രെയിൻ്റെ വെളിയിലുള്ളത് എക്സ്ട്രാ സെല്ലുലാർ ഡൊമൈനകത്താണ്. അവിടെയാണ് എന്ത് വന്ന് ബൈൻഡ് ചെയ്യുന്നത്, നമ്മളുടെ ലിഗാൻഡ് വന്ന് ബൈൻഡ് ചെയ്യുന്നത്. ലിഗാൻഡ് എന്തും ആകാം അല്ലേ, ഹോർമോൺ ആകാം, എന്തും ആകാം, ഡ്രഗ് ആവാം, എന്തും ആകാം. സോ എഗണിസ്റ്റ് വന്ന് ബൈൻഡ് ചെയ്യുന്ന സ്ഥലമാണ് നമ്മളെ എക്സ്ട്രാ സെല്ലുലാർ ഡൊമൈൻ. ഹോർമോൺ ബൈൻഡിങ് സൈറ്റ് നമ്മൾ ഇട്ടിട്ടുണ്ട് അല്ലേ. പിന്നെ താഴെ നിങ്ങൾക്ക് നോക്കിയാൽ ഒരു ട്രാൻസ്മെംബ്രെയിൻ സ്ട്രെച്ച് പെപ്റ്റൈഡ് ചെയിൻ കാണാം. ആ മെംബ്രെയിനകത്തൂടെ പാസ് ചെയ്യുന്ന ഒരു സ്പ്രിംഗ് ലൈക്ക് സ്ട്രക്ചർ കണ്ടോ, ഒരു ഹെലിക്സ് കണക്കെ ഉള്ളത്. അപ്പോൾ അതാണ് ട്രാൻസ്മെംബ്രെയിൻ പാർട്ട് എന്ന് പറയുന്നത്. ഒരു സിംഗിൾ ട്രാൻസ്മെംബ്രെയിൻ സ്ട്രെച്ചാണ്, ഒറ്റ സ്ട്രെച്ചേ ഉണ്ടാവുകയുള്ളൂ. ഒരു ഓൺ പാസ് റിസപ്റ്റർ എന്ന് ഇതിനെ പറയാറ്, കാരണം ഒരു വട്ടം ഇതിനകത്തൂടെ പാസ് ചെയ്യുന്നുള്ളൂ. മറ്റേതൊക്കെ 7 പാസ് ഒക്കെയാണ്, ഒരു 7 വട്ടം പാസ് ചെയ്യുന്നത്. ഇതിനകത്ത് ഒറ്റ സ്ട്രെച്ചിൽ ഒരു സിംഗിൾ ട്രാൻസ്മെംബ്രെയിൻ സ്ട്രെച്ചാണ് നിങ്ങൾക്ക് കാണാൻ കഴിയുന്നത്. പിന്നെ അതിനകത്ത് ഇൻസൈഡ് ആണെങ്കിൽ ഒരു കാറ്റലിസ്റ്റിക് സൈറ്റ് കാണാൻ പറ്റും അല്ല, ഇൻസൈഡിലുള്ള ഒരു ബൈൻഡിങ് സൈറ്റാണത്. അപ്പം എക്സ്ട്രാ സെല്ലുലാർ ഡൊമൈനും ഉണ്ട്, ഇൻട്രാ സെല്ലുലാർ ഡൊമൈനും ഉണ്ട്. ഓക്കെ, സോ ഈ എക്സ്ട്രാ സെല്ലുലാർ ഡൊമൈനിൽ നമ്മളെ എന്ത് വന്ന് ബൈൻഡ് ചെയ്യും, ലിഗാൻഡ് വന്ന് ബൈൻഡ് ചെയ്യും. ഇൻട്രാ സെല്ലുലാർ ഡൊമൈനകത്ത് എപ്പോഴും ഒരു എൻസൈം ആയിരിക്കും വന്ന് അറ്റാച്ച് ചെയ്യുന്നത്. ഓക്കെ, ഒരു എൻസൈമാറ്റിക് ലിങ്ക് എപ്പോഴും ഇതിനുണ്ടാവും. സോ ഇവിടെ നിന്ന് പറയുന്നത് ജാക്ക് എന്ന് പറയുന്ന ഒരു എൻസൈം ആയിരിക്കും ഇവിടെ മിക്കവാറും വന്ന് ബൈൻഡ് ചെയ്യുന്നത്. ജാക്ക് ഉണ്ടാകും, വേറെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് എൻസൈംസ് ഉണ്ട്, നമുക്കത് പഠിക്കാം. സോ ഇവിടെ നിന്ന് പറയുന്നത് ജാനസ് കൈനേസ് അല്ലെങ്കിൽ ടൈറോസിൻ കൈനേസും വന്ന് ബൈൻഡ് ചെയ്യാറുണ്ട്. രണ്ട് എൻസൈംസ് ആണുള്ളത്, ഒന്ന് ടൈറോസിൻ കൈനേസ്, ഒന്നെന്ന് പറഞ്ഞത് ജാനസ് കൈനേസ് എൻസൈം. അപ്പം ഇതിനെയാണ് നമ്മളിവിടെ ആക്ടിവേറ്റ് ചെയ്യേണ്ടത്. സോ നോക്കിക്കുക, സെക്കൻഡ് പോയിന്റ്, ദ എഗണിസ്റ്റ് ബൈൻഡിങ് സൈറ്റ് ആൻഡ് എ കാറ്റലിക് സൈറ്റ് ലൈറ്റ് റെസ്പെക്റ്റീവ്ലി ഓൺ ദ ഔട്ടർ ആൻഡ് ഇന്നർ ഫേസ് ഓഫ് ദ പ്ലാസ്മ മെംബ്രെയിൻ. അത് നേരത്തെ ഇപ്പോൾ പറഞ്ഞത്. അടുത്ത, ദീസ് 2 ഡൊമൈൻസ് ആർ ഇന്റർകണക്റ്റഡ് ത്രൂ സിംഗിൾ ട്രാൻസ്മെംബ്രെയിൻ സ്ട്രെച്ച് ഓഫ് പെപ്റ്റൈഡ് ചെയിൻ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മനസ്സിലാവും. ഈ റിസപ്റ്ററിനെ കുറിച്ച് ഇപ്പം നിങ്ങൾക്കൊന്നും ഐഡിയ കിട്ടിയില്ലേ? അപ്പം എന്താണ് കൈനീസ് ലിങ്ക്ഡ് റിസപ്റ്റർ? ഈ റിസപ്റ്റർ എന്ന് പറഞ്ഞത് എൻസൈമാറ്റിക് പ്രോപ്പർട്ടി ഉള്ളതാണെന്ന് ഫസ്റ്റ് ഓർത്തേക്കുക. ഈ റിസപ്റ്ററിന് എന്ത് ആക്ടിവിറ്റി ഉണ്ട്, എൻസൈമാറ്റിക്. അതായത് ഈ റിസപ്റ്ററിനെ അറ്റാച്ച് ചെയ്ത് എപ്പോഴും ഒരു എൻസൈം ഉണ്ടാകും. ഓക്കെ, എൻസൈമിൻ്റെ ആക്ടിവേഷൻ കാരണമാണ് ഇത് വർക്ക് ആവുന്നത്. സോ ഇതിനെന്ന് പറയുന്നത് ഒരു എക്സ്ട്രാ സെല്ലുലാർ ഡൊമൈൻ ഉണ്ട്, അവിടെ ലിഗാൻഡ് വന്ന് ബൈൻഡ് ചെയ്യും. ഇൻട്രാ സെല്ലുലാർ ഡൊമൈനകത്താണ് നമ്മളുടെ എൻസൈമാറ്റിക് ആക്ടിവിറ്റി നടക്കുന്നത്. ഈ എക്സ്ട്രാ സെല്ലുലാർ ഡൊമൈനും ഇൻട്രാ സെല്ലുലാർ മെംബ്രെയിനും ഒരു സിംഗിൾ ട്രാൻസ്മെംബ്രെയിൻ വഴിയാണ് അറ്റാച്ച് ആയിരിക്കുന്നത്. ഓക്കെ, ഒരു പെപ്റ്റൈഡ് ചെയിനാണ് അത്. സോ നോക്കിക്കേ, ഇതിന് തന്നെ ഈ ഒരു റിസപ്റ്റർ ടൈപ്പിന് 2 സബ് ഗ്രൂപ്പ്സ് ഉണ്ട് ഈ റിസപ്റ്റർ ടൈപ്സിന്. ഒന്നെന്ന് പറഞ്ഞത് ദോസ് ദാറ്റ് ഹാവ് ഇൻട്രിൻസിക് എൻസൈമാറ്റിക് ആക്ടിവിറ്റി, അതായത് അതിന് തന്നെ, അതായത് എഗണിസ്റ്റ് വന്ന് ബൈൻഡ് ചെയ്യുമ്പം അത് തന്നെ ഡൈമറൈസേഷൻ നടത്തി, അതായത് സ്വന്തമായിട്ട് ആക്ടിവേറ്റ് ആവുന്ന ഒരു ആക്ടിവിറ്റി എന്തുണ്ട്, ഒരു റിസപ്റ്ററിനുണ്ട്, ഒരു ടൈപ്പ് ഓഫ് റിസപ്റ്റർ. അതായത് നിങ്ങൾ ആ എ പാർട്ടിൽ നോക്കിയാൽ മതി, ആ ഡയഗ്രാം എയും ബിയും 2 ഡയഗ്രാം ഉണ്ട്. എ പാർട്ടിൽ നോക്കിക്കേ, ആ ഒരു ഹോർമോൺ ബൈൻഡിങ് സൈഡിനകത്ത് വന്ന് ഹോർമോൺ ബൈൻഡ് ചെയ്യുമ്പം അത് ഡൈമറൈസ് ചെയ്യണം, കാരണം 2 അറ്റാച്ച് ആയി വരുന്നുണ്ടോ. നെക്സ്റ്റ് പിക്ചർ നോക്കിക്കേ, ആ ഒരു അത് ഡൈമറൈസേഷൻ, അത് ആഡപ്പ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ എന്നിട്ട് അത് ആക്ടിവേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതായത് സ്വന്തമായിട്ട് ഇൻട്രിൻസിക് ആക്ടിവിറ്റി ഉള്ള എൻസൈമാണ് ആദ്യത്തെ ഗ്രൂപ്പ് എന്ന് പറയുന്നത്. രണ്ടാമത്തേന്ന് പറഞ്ഞാൽ ദോസ് ലാക്ക് ഇൻട്രിൻസിക് എൻസൈമാറ്റിക് ആക്ടിവിറ്റി, അതായത് രണ്ടാമത്തെ ഗ്രൂപ്പിന് ചേർന്നൊക്കെ തന്നെ ഇരിക്കുന്നത്, ബട്ട്
അതിന് ഇൻട്രിൻസിക് എൻസൈമാറ്റിക് ആക്ടിവിറ്റി ഉണ്ടാവില്ല, അതിന് എൻസൈമാറ്റിക് ആക്ടിവിറ്റി ഇല്ല. അതായത് അപ്പോൾ ഒരു ജാക്സ്റ്റാറ്റ്, അതായത് ജാനസ് കൈനേസ് വന്ന് അതിനകത്ത് അതും സ്റ്റാറ്റും വന്ന് അറ്റാച്ച് ചെയ്താൽ മാത്രമേ അതിന് ആക്ടിവേഷൻ ഉണ്ടാവുകയുള്ളൂ, അല്ലെങ്കിൽ അത് ഇനാക്റ്റീവ് ഫോമിൽ തന്നെ ആയിരിക്കും ഇരിക്കുന്നത്. ഓക്കെ, അപ്പോൾ 2 ടൈപ്പാണ് ഈ ടൈറോസിൻ കൈനേസ് അല്ലെങ്കിൽ എൻസൈം ലിങ്ക്ഡ് റിസപ്റ്റേഴ്സ്. 2 ടൈപ്പാണുള്ളത്. ഒന്നെന്ന് പറയുന്നത് ദോസ് ഹാവ് ഇൻട്രിൻസിക് എൻസൈമാറ്റിക് ആക്ടിവിറ്റി, രണ്ടെന്ന് പറഞ്ഞാൽ ദോസ് ലാക്ക് ഇൻട്രിൻസിക് എൻസൈമാറ്റിക് ആക്ടിവിറ്റി. ആ ലാക്ക് ചെയ്യുന്നതിനാണ് എന്ത് വേണ്ടിയത്? ജാക്ക് വന്ന് ആക്ടിവേറ്റ് ചെയ്യണം, എന്നാൽ മാത്രമേ ആക്ടിവേറ്റ് ആവുകയുള്ളൂ. ഓക്കെ, അപ്പോൾ മനസ്സിലായോ? ഒന്ന് ഇൻട്രിൻസിക് ആക്ടിവിറ്റി, രണ്ടാമത്തെ ഇൻട്രിൻസിക് ആക്ടിവിറ്റി ഇല്ലാത്തത്. സോ നമ്മളുടെ കൈനേസ് ലിങ്ക്ഡ് റിസപ്റ്റർ, ഫസ്റ്റ് വൺ ഇൻട്രിൻസിക് ആക്ടിവിറ്റി ഉള്ള റിസപ്റ്ററിനെ കുറിച്ചാണ് പഠിക്കുന്നത്. ഈ റിസപ്റ്ററിനെ കുറിച്ച് ആദ്യം നിങ്ങൾ ഓർത്ത് വെച്ചേക്കുക. ഈ റിസപ്റ്ററിനകത്ത് ആരൊക്കെയാണ് വന്ന് ബൈൻഡ് ചെയ്യുന്നതെന്ന് ഫസ്റ്റ് ഓർത്ത് വെച്ചേക്കുക. സോ ഫസ്റ്റ് വൺ ഇൻസുലിൻ ബൈൻഡ് ചെയ്യുന്ന റിസപ്റ്ററാണ് ഇത്, കൈനേസ് ലിങ്ക്ഡ് റിസപ്റ്റർ അല്ലെങ്കിൽ ട്രാൻസ്മെംബ്രെയിൻ എൻസൈം ലിങ്ക്ഡ് റിസപ്റ്ററിനകത്ത് വന്ന് ബൈൻഡ് ചെയ്യുന്ന ആരാണ്? ഇൻസുലിൻ. പിന്നെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഗ്രോത്ത് ഫാക്ടേഴ്സ്, എന്താണ്? ഗ്രോത്ത് ഫാക്ടേഴ്സ് ആണ് വന്ന് ബൈൻഡ് ചെയ്യുന്നത്. അതായത് നെർവ് ഗ്രോത്ത് ഫാക്ടർ, അല്ലെങ്കിൽ എപ്പിഡെർമൽ ഗ്രോത്ത് ഫാക്ടർ, അല്ലെങ്കിൽ വാസ്കുലർ എൻഡോത്തീലിയൽ ഗ്രോത്ത് ഫാക്ടർ, അങ്ങനെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഗ്രോത്ത് ഫാക്ടേഴ്സും ഇൻസുലിനും ആണ് ഈ റിസപ്റ്ററിനകത്ത് വന്ന് ബൈൻഡ് ചെയ്യുന്നത്. ഓക്കെ, സോ ഈ റിസപ്റ്ററിനകത്ത് നോക്കിക്കേ, ഇവിടെ ഗ്രോത്ത് ഫാക്ടറാണ് വന്ന് ബൈൻഡ് ചെയ്യുന്നത്. ഈ റിസപ്റ്ററിനകത്ത് ഇപ്പോൾ ഈ കാണിച്ചേക്കുന്ന പിക്ചറിനകത്ത് ഗ്രോത്ത് ഫാക്ടറാണ് വന്ന് ബൈൻഡ് ചെയ്യുന്നത്. ഒന്നും കൂടെ ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കുക. ഈ ഒരു പാത്വേക്ക് പറയുന്നത് റാഫ് പാത്വേ അല്ലെങ്കിൽ മാപ്പ് കൈനേസ് പാത്വേ എന്നായിരിക്കും പറയുക. അല്ലെങ്കിൽ ഇൻട്രിൻസിക് എൻസൈമാറ്റിക് ആക്ടിവിറ്റിയുടെ പാത്വേ ചോദിക്കുവാണെങ്കിൽ നിങ്ങൾ ഈ പിക്ചർ വേണം വരച്ച് വെക്കാനായിട്ട്. ഓക്കെ, സോ റാഫ് പാത്വേ എന്ന് സിലബസിൽ പറയുന്നില്ല, പക്ഷേ എൻസൈം ലിങ്ക്ഡ് റിസപ്റ്റേഴ്സിനെ കുറിച്ച് പറയുന്നുണ്ട്. അപ്പോൾ അഥവാ ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾ ഈ പിക്ചർ വേണം വരച്ച് പഠിക്കാനായിട്ട്. ഓക്കെ, സോ കമ്മിങ് ടു ദ പോയിൻറ്റ്, നോക്കിക്കേ ഇവിടെ ഗ്രോത്ത് ഫാക്ടർ, വെൻ ഗ്രോത്ത് ഫാക്ടർ ഗെറ്റ് അറ്റാച്ച്ഡ് ടു ദി റിസപ്റ്റർ ഡൊമൈനുമായിട്ട് വന്ന് ബൈൻഡ് ചെയ്യുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? നോക്കി, നമുക്കിവിടെ ഒരു എൻസൈം ഉണ്ട്, ഏതാണ്? ടൈറോസിൻ കൈനേസ് ഡൊമൈനാണ്. അതായത് ടൈറോസിൻ കൈനേസ് എന്ന് പറഞ്ഞ എൻസൈമാണ് ഇവിടെ നമ്മൾ ഇൻട്രാ സെല്ലുലാർ ഡൊമൈനിൽ അറ്റാച്ച് ചെയ്തേക്കുന്നത് അല്ലേ. ആ ടൈറോസിൻ കൈനേസിനകത്ത് എന്ത് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്? ടൈറോസിൻ റെസിഡ്യൂസ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. ഓക്കെ, നിങ്ങൾക്ക് കാണാം അവിടെ ഒരു ഡോട്ട് പോലെ, അതാണ് ടൈറോസിൻ റെസിഡ്യൂസ്. ഓക്കെ, സോ വെൻ ഗ്രോത്ത് ഫാക്ടർ ഗെറ്റ് അറ്റാച്ച്ഡ് ടു ദ റിസപ്റ്റർ ഡൊമൈൻ, അത് ആക്ടിവേറ്റ് ചെയ്യും. എന്തിനാണെങ്കിൽ ടൈറോസിൻ റെസിഡ്യൂസിനെ, അത് ഇൻട്രിൻസിക് ആക്ടിവിറ്റി ഉണ്ട്, അതായത് സ്വന്തമായിട്ട് ഈ ടൈറോസിൻ റെസിഡ്യൂസിനെ അന്ന് ആക്ടിവേറ്റ് ചെയ്യും. സ്വന്തമായിട്ടത് ഓണായിട്ടാണ് അത് ആക്ടിവേറ്റ് ചെയ്യുന്നത്. ആ ടൈറോസിൻ റെസിഡ്യൂസ് ഗെറ്റ് ആക്ടിവേറ്റഡ്. സോ നെക്സ്റ്റ് സ്റ്റേജ് എന്ന് പറഞ്ഞത് കൺഫോർമേഷണൽ ചേഞ്ച് ഡൈമറൈസേഷൻ, അതായത് ഡൈമറൈസേഷൻ ഉണ്ടാകും. ഡൈമറൈസേഷൻ മീൻസ് ആഡപ്പോൺ ആണ് ചെയ്യുന്നത്. വേറെ ഒരു റിസപ്റ്ററുമായിട്ട് അതങ്ങ് ചേരും, വെച്ചാൽ അടുത്തടുത്ത് വരും എന്നുള്ളതാണ്. വെച്ചാൽ ഒരു റിസപ്റ്ററുണ്ട്, വേറൊരു റിസപ്റ്ററുണ്ട്, ആ 2 റിസപ്റ്റേഴ്സും കൂടെ ഒന്ന് കമ്പൈൻ ചെയ്യും. അതായത് കൺഫോർമേഷണൽ ചേഞ്ച് ഡൈമറൈസേഷൻ ഉണ്ടാകും. ഈ ഡൈമറൈസേഷൻ ഉണ്ടായതിന് ശേഷം എന്ത് സംഭവിക്കുമെന്ന് വെച്ചാൽ ക്രോസ് ഫോസ്ഫോറിലേഷൻ നടക്കുകയാണ് ചെയ്യുന്നത്. അതായത് ഇതിനകത്തുള്ള ടൈറോസിൻ റെസിഡ്യൂ മറ്റേതിൻ്റെ ടൈറോസിൻ റെസിഡ്യൂവിനെ അങ്ങോട്ടും ഇങ്ങോട്ടും അത് ക്രോസ് ആയിട്ട് അതിനെ ഫോസ്ഫോറിലേറ്റ് ചെയ്യാൻ തുടങ്ങും. നിങ്ങൾ നെക്സ്റ്റ് പിക്ചർ നോക്കുക, ടൈറോസിൻ ഓട്ടോ ഫോസ്ഫോറിലേഷൻ ആണ് കാണുന്നത്. അതായത് ആ ഒരു ടൈറോസിൻ റെസിഡ്യൂ ക്രോസ് ലിങ്ക്ഡ് ആയിട്ട് ഒരാൾ മറ്റേയാൾ ഇയാളെയും ഫോസ്ഫോറിലേറ്റ് ചെയ്യും, അതായത് ആക്ടിവേറ്റ് ചെയ്യും. ടൈറോസിൻ റെസിഡ്യൂ ക്രോസ് ആയിട്ട്, ഇതിനകത്ത് ആ പിക്ചറിനകത്ത് ആ പടം കൊടുത്തിട്ടില്ല, നിങ്ങൾ വേറെ എവിടെയെങ്കിലും പിക്ചർ നോക്കിയാൽ കാണാൻ പറ്റും. അത് അങ്ങോട്ടും ഇങ്ങോട്ടും ആക്ടിവേറ്റ് ചെയ്താണ് ഫോസ്ഫോറിലേഷൻ നടക്കുന്നത്. സോ നെക്സ്റ്റ് സ്റ്റെപ്പ് ടൈറോസിൻ ഓട്ടോ ഫോസ്ഫോറിലേഷൻ നടക്കും. അപ്പോൾ ഈ ടൈറോസിൻ റെസിഡ്യൂസിനകത്ത് എന്ത് വന്ന് അറ്റാച്ച് ചെയ്യും? ഫോസ്ഫോറിലേഷൻ ചെയ്യുമ്പം ഫോസ്ഫേറ്റ് ഗ്രൂപ്പ് വന്ന് അറ്റാച്ച് ചെയ്യും. അപ്പോൾ അതാണ് അവിടെ പി നിട്ടേക്കുന്നത്, കണ്ടോ? ടൈറോസിൻ ഓട്ടോ ഫോസ്ഫോറിലേഷനകത്ത് ആ ടൈറോസിൻ റെസിഡ്യൂസിനകത്ത് പിന്നെ പി നിട്ടേക്കുന്നത്, അതായത് ഫോസ്ഫേറ്റ് ഗ്രൂപ്പ് ഒന്ന് അവിടെ അറ്റാച്ച് ചെയ്തേക്കാണ്. ഓക്കെ, ഒന്നും കൂടെ ആലോചിച്ച് നോക്കിക്ക്. ഇത്രയും എന്തൊക്കെയാണ് പറഞ്ഞത്? നമ്മളെ ഗ്രോത്ത് ഫാക്ടർ വന്ന് അറ്റാച്ച് ചെയ്തു. ഈ ടൈറോസിൻ കൈനേസ് ഡൊമൈനകത്ത് എന്തുണ്ട്? ഒരു ടൈറോസിൻ റെസിഡ്യൂ ഉണ്ട്.
ആക്ടിവേറ്റ് ആകുമ്പോൾ കൺഫോർമേഷണൽ ചേഞ്ച് ഡൈമറൈസേഷൻ നടക്കും, അതായത് ആഡപ്പോൺ നടക്കും. ആഡപ്പോൺ നടന്നതിന് ശേഷം ക്രോസ് ലിങ്ക്ഡ് ഫോസ്ഫോറിലേഷൻ നടക്കും, അതായത് സ്വന്തമായിട്ട് ഓട്ടോ ഫോസ്ഫോറിലേഷനാണ് നടക്കുന്നത്. അങ്ങോട്ടും ഇങ്ങോട്ടും അത് ഫോസ്ഫോറിലേഷൻ ചെയ്യും. അപ്പോൾ എന്ത് സംഭവിക്കും? ഫോസ്ഫേറ്റ് ഗ്രൂപ്പ് വന്ന് ആ ടൈറോസിൻ റെസിഡ്യൂവിനകത്ത് അറ്റാച്ച് ചെയ്യും. നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഈ ഫോസ്ഫോറിലേറ്റ് ചെയ്ത ടൈറോസിൻ റെസിഡ്യൂസിനകത്ത് SH2 ഡൊമൈൻ പ്രോട്ടീൻ വന്ന് ബൈൻഡ് ചെയ്യും. GRB2 എന്ന് പറയുന്ന പ്രോട്ടീൻ വിത്ത് SH2 ഡൊമൈൻ ഉള്ള ഒരു GRB2 അല്ലെങ്കിൽ സൺ ഓഫ് 7 എന്നും ഉണ്ട്. 2 പ്രോട്ടീൻസ് ഉണ്ട്. ഇതിനകത്ത് ഇപ്പോൾ കാണിക്കുന്നില്ല. SOS എന്ന് നിങ്ങൾക്ക് എവിടെയെങ്കിലും നെറ്റിലൊക്കെ നോക്കിയാൽ കാണാം. സൺ ഓഫ് 7 പ്രോട്ടീൻ അല്ലെങ്കിൽ GRB2 പ്രോട്ടീൻ, അങ്ങനത്തെ പ്രോട്ടീൻ ഉണ്ട്. അപ്പോൾ ഇവിടെ പറയുന്ന GRB2 പ്രോട്ടീനാണ് വിത്ത് SH2 ഡൊമൈൻ. അങ്ങനെ ഒരു ഡൊമൈൻ ഉള്ള ഒരു പ്രോട്ടീൻ വന്ന് എവിടെ ബൈൻഡ് ചെയ്യും? ആ ടൈറോസിൻ ഫോസ്ഫോറിലേറ്റ് ചെയ്ത ടൈറോസിൻ റെസിഡ്യൂവിനകത്ത് വന്ന് ബൈൻഡ് ചെയ്യും. സോ നെക്സ്റ്റ് ഫോസ്ഫോറിലേഷൻ ഓഫ് GRB2, ആ GRB2 പ്രോട്ടീനെ ഫോസ്ഫോറിലേഷൻ ചെയ്യും. ഓക്കെ, അവിടെ ഒരു ഫോസ്ഫോറിലേഷൻ ആണ് നടക്കുന്നത്. കിട്ടുന്നുണ്ടോ സ്റ്റെപ്സ്? ഫോസ്ഫോറിലേഷൻ ചെയ്യും, GRB2 പ്രോട്ടീൻ വന്ന് ഫോസ്ഫോറിലേറ്റ് ചെയ്ത ടൈറോസിൻ റെസിഡ്യൂസിനകത്ത് അറ്റാച്ച് ചെയ്യും. ദെൻ ഫോസ്ഫോറിലേഷൻ എഗെയിൻ ടേക്ക് പ്ലേസ് ആൻഡ് ദിസ് GRB2 പ്രോട്ടീൻ ഗെറ്റ് ആക്ടിവേഷൻ ഓഫ് റാസ് എന്ന് പറയുന്ന ഒരു പ്രോട്ടീനെ അത് ആക്ടിവേറ്റ് ചെയ്യും. സോ റാസ് എന്ന് പറയുന്നത് നമ്മളുടെ G പ്രോട്ടീൻ നമ്മൾ പഠിച്ചിട്ടില്ലേ, അതുപോലത്തെ ഒരു പ്രോട്ടീനാണ് എന്ത്? റാസ് എന്ന് പറയുന്ന പ്രോട്ടീൻ. അത് നമ്മളെ മെംബ്രെയിനിൽ ഇങ്ങനെ അറ്റാച്ച് ചെയ്ത് കാണപ്പെടുന്നതാണ്, മെംബ്രെയിനിൽ ഇങ്ങനെ ഫ്ലോട്ടിംഗ് ആയിട്ട് കാണപ്പെടുന്നതാണ് എന്ത്? റാസ് എന്ന് പറയുന്ന പ്രോട്ടീൻ. സോ ഈ GRB2 ഫോസ്ഫോറിലേറ്റ് ചെയ്ത GRB2 എന്തിനെ ആക്ടിവേറ്റ് ചെയ്യും? റാസിനെ ആക്ടിവേറ്റ് ചെയ്യും. സെയിം അവിടെയും GDP ആയിട്ട് അറ്റാച്ച് ആയിരിക്കും. ജി പ്രോട്ടീൻ പോലെ റാസും GDP ആയിട്ട് അറ്റാച്ച് ചെയ്ത് ഇൻആക്റ്റീവ് സ്റ്റേറ്റിലായിരിക്കും. വെൻ GRB2 അതിനെ ആക്ടിവേറ്റ് ചെയ്യുമ്പം ഇറ്റ് ത്രോ എവേ GDP ആൻഡ് ഗെറ്റ് GDP പോയിട്ട് GTP വരും. അത് റാസ് ആക്ടിവേറ്റ് ആവും. റാസ് ഇൻ ടേൺ ആക്ടിവേറ്റ് ആരെ? റാഫിനെ ആക്റ്റീവ് ചെയ്യും. റാഫിനെ ആക്ടിവേറ്റ് ചെയ്യും. ഓക്കെ, റാഫ് എഗെയിൻ പിന്നുള്ള സ്റ്റെപ്സ് എല്ലാം ഫോസ്ഫോറിലേഷൻ സ്റ്റെപ്സ് ആണ്, ഓർത്തേക്കുക. സോ ദെൻ എഗെയിൻ റാഫിനെ ഫോസ്ഫോറിലേഷൻ നടക്കും. മെക് എന്ന് പറയുന്ന പ്രോട്ടീനെ ഫോസ്ഫോറിലേഷൻ ചെയ്യും. ഫോസ്ഫോറിലേഷൻ എന്ന് വെച്ചാൽ ആഡ് ഓഫ് ഫോസ്ഫറസ് ഗ്രൂപ്പാണ്. ഫോസ്ഫറസ് ഗ്രൂപ്പിനെ ആഡ് ചെയ്യുന്നതാണ് ഫോസ്ഫോറിലേഷൻ എന്ന് പറയുന്നത്. സോ ഫോസ്ഫേറ്റ് ഗ്രൂപ്പ് ഇങ്ങനെ ആഡ് ചെയ്തുകൊണ്ടിരിക്കും. സോ നെക്സ്റ്റ് റാഫ് മെക്കിനെ ഫോസ്ഫോറിലേഷൻ ചെയ്യും. മാപ്പ് കൈനേസ് എന്ന് പറയുന്ന എൻസൈമിനെ ഫോസ്ഫോറിലേഷൻ നടത്തും. സോ എഗെയിൻ മാപ്പാണ് വാരിയസ് ട്രാൻസ്ക്രിപ്ഷൻ ഫാക്ടേഴ്സിനെ ആക്ടിവേറ്റ് ചെയ്യുന്നത്. അതുപോലെ ജീൻ ട്രാൻസ്ക്രിപ്ഷൻ, നമ്മളുടെ സെൽ ഗ്രോത്ത്, വാരിയസ് സെൽ പ്രോഗ്രാംസ് എല്ലാം പിന്നെ നടക്കുന്നത്. അതായത് നമ്മളുടെ എന്തൊക്കെയാണ്? ദേ ആർ ഇൻ കൺട്രോളിങ് സെൽ ഗ്രോത്ത്, ഡിഫറൻസിയേഷൻ, റെഗുലേറ്റിംഗ് ജീൻ ട്രാൻസ്ക്രിപ്ഷൻ, അങ്ങനെയുള്ള പല പ്രോസസ്സും ഈ ഒരൊറ്റ പാത്വേയിലാണ് നടക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് എന്തെന്ന് പറയുന്നത് റാഫ് പാത്വേ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ മാപ്പ് കൈനേസ് പാത്വേ, ദോസ് ഹാവിങ് ഇൻട്രിൻസിക് എൻസൈമാറ്റിക് ആക്ടിവിറ്റി. ഓക്കെ, ഒന്നും കൂടെ ഒന്ന് റിവൈൻഡ് ചെയ്ത് നോക്കിക്കേ. ഫസ്റ്റ് ഗ്രോത്ത് ഫാക്ടർ വന്ന് അറ്റാച്ച് ചെയ്യും, ടൈറോസിൻ റെസിഡ്യൂസിനെ ആക്ടിവേറ്റ് ചെയ്യും. ദെൻ കൺഫോർമേഷണൽ ചേഞ്ച് ഡൈമറൈസേഷൻ നടക്കും, ക്രോസ് ആയിട്ടുള്ള ഫോസ്ഫോറിലേഷൻ നടക്കും. ടൈറോസിൻ ഓട്ടോ ഫോസ്ഫോറിലേഷനാണ് അവിടെ നടക്കുന്നത്. സോ ടൈറോസിൻ റെസിഡ്യൂസിനകത്ത് ഫോസ്ഫേറ്റ് വന്ന് അറ്റാച്ച് ചെയ്യും. സോ ഇൻ ദാറ്റ് ഫോസ്ഫേറ്റ് ഗ്രൂപ്പ് അല്ലെങ്കിൽ ഓട്ടോ ഫോസ്ഫോറിലേഷൻ നടന്ന ആ ഒരു ടൈറോസിൻ റെസിഡ്യൂസിനകത്ത് GRB2 പ്രോട്ടീൻ വിത്ത് SH2 ഡൊമൈൻ വന്ന് അറ്റാച്ച് ചെയ്യും. സോ ഇറ്റ് ഗെറ്റ് ഫോസ്ഫോറിലേറ്റഡ് ആൻഡ് ആക്ടിവേറ്റ് റാസ് പ്രോട്ടീൻ വിൽ convert to active form and in turn activate RAF get phosphorylated and activate MEC protein and MEC enzyme. So MEC enzyme get phosphorylated and get activate MAP kinase enzyme, and then phosphorylation of various transcriptional factors and gene transcription will take place, and thereby various growth factors, cell differentiation, everything is taking place by this pathway. സോ നമ്മളെ ഇൻട്രിൻസിക് ആക്ടിവിറ്റിക്കകത്ത് 2 ടൈപ്പ് എൻസൈംസ് ആണ് പ്രസൻറ്റ് ചെയ്ത് നിൽക്കുന്നത്. ഒന്നെന്ന് പറയുന്നത് ടൈറോസിൻ കൈനേസ്, അത് ആൾറെഡി നമ്മളിപ്പോൾ നോക്കിക്കഴിഞ്ഞു. രണ്ടാമത്തേതെന്ന് പറയുന്നത് ഗ്വാനിലൈൽ സൈക്ലേസ് ആണ്, GC എന്ന് പറയുന്ന ഗ്വാനിലൈൽ
സൈക്ലേസ് ആണ് രണ്ടാമത്തെ എൻസൈം. ഇത് ആസ് ഇൻ ദ കേസ് ഓഫ് ഏട്രിയൽ നാട്രിയൂററ്റിക് പെപ്റ്റൈഡ് ആണ് ഇതിനകത്ത് കൂടുതലും ആക്ട് ചെയ്യുന്നത്. ഓക്കെ, സോ ഹിയർ എന്ന് പറഞ്ഞത് എഗോണിസ്റ്റ് ആക്ടിവേഷൻ ഓഫ് ദ റിസപ്റ്റർ ജനറേറ്റ് സൈക്ലിക് GMP ഇൻ ദ സൈറ്റസോൾ ആസ് എ സെക്കൻഡ് മെസ്സഞ്ചർ. അപ്പോൾ ഇവിടെ എന്ന് പറയുന്നത് നമ്മളുടെ ഈ ഗ്വാനലൈൽ സൈക്ലേസിനെ ആക്ടിവേറ്റ് എഗോണിസ്റ്റ് വന്ന് ബൈൻഡ് ചെയ്യുമ്പോൾ ഗ്വാനലൈൽ സൈക്ലേസ് ആക്ടിവേറ്റ് ചെയ്യും. അപ്പോൾ എന്ത് പറ്റും, GTP ഈസ് കൺവേർട്ടഡ് ടു സൈക്ലിക് GMP. എന്താ GTP എന്തായിട്ട് മാറും, സൈക്ലിക് GMP ആയിട്ട് മാറും. ഈ സൈക്ലിക് GMP ആരെ ആക്ടിവേറ്റ് ചെയ്യും, പ്രോട്ടീൻ കൈനേസിനെ ആക്ടിവേറ്റ് ചെയ്യും. അതായത് സൈക്ലിക് GMP ഡിപ്പെൻഡൻറ്റ് പ്രോട്ടീൻ കൈനേസിനെ ആക്ടിവേറ്റ് ചെയ്യും. വാരിയസ് സെല്ലുലാർ ആക്ടിവിറ്റീസ് ഇൻസൈഡ് ദ സെൽ വിൽ ടേക്ക് പ്ലേസ്. ഓക്കെ, ഇത്രയാണ് ഗ്വനലൈൽ സൈക്ലേസിനകത്ത് നടക്കുന്നത്. അത് എക്സ്പെഷ്യലി ഇൻ ദ കേസ് ഓഫ് ANP ഏട്രിയൽ നാട്രിയൂററ്റിക് പെപ്റ്റൈഡ്സിനകത്താണ് ഈ ആക്ടിവിറ്റീസ് നടക്കുന്നത്. സോ അടുത്ത് നമ്മൾ നോക്കാൻ പോകുന്നത് ദോസ് റിസപ്റ്റേഴ്സ് വിച്ച് ഡസ് നോട്ട് ഹാവ് ഇൻട്രിൻസിക് ആക്ടിവിറ്റി. അതിൽ സ്വന്തമായിട്ട് ഇൻട്രിൻസിക് ആക്ടിവിറ്റി ഇല്ലാത്ത റിസപ്റ്റേഴ്സിനെ കുറിച്ചാണ് നോക്കുന്നത്. സോ ഹിയർ നിങ്ങൾക്ക് അവിടെ രണ്ട് റിസപ്റ്റേഴ്സിനെ കാണാൻ പറ്റും അല്ലേ. സെൽ സർഫസ് റിസപ്റ്റർ എന്ന് പറഞ്ഞിട്ട് റിസപ്റ്റേഴ്സ് ഉണ്ട്. ആ റിസപ്റ്റേഴ്സിനകത്ത് ആൾറെഡി ജാക്ക് അറ്റാച്ച്ഡ് ആണ്. ഓക്കെ, ജാനസ് കൈനേസ് അറ്റാച്ച്ഡ് ആണ്. സോ ഈ ടൈപ്പ് ഓഫ് റിസപ്റ്റേഴ്സിനകത്ത് കൂടുതലായിട്ടും അറ്റാച്ച് ആവുന്നത് സൈറ്റോകൈൻസ് അല്ലെങ്കിൽ ഇൻ്റർഫെറോൺസ്, ഗ്രോത്ത് ഹോർമോൺസ് ഒക്കെയാണ് ഈ ടൈപ്പ് ഓഫ് റിസപ്റ്റേഴ്സിനകത്ത് അറ്റാച്ച് ആവുന്നത്. സോ രണ്ട് സൈഡിലായിട്ടായിരിക്കും, കാരണം വെച്ചാൽ കുറച്ച് ഡിസ്റ്റൻസ് ഉണ്ടാവും ആ രണ്ട് റിസപ്റ്റേഴ്സ് തമ്മിൽ. സോ വെൻ എ ഗ്രോത്ത് ഫാക്ടർ അല്ലെങ്കിൽ ഒരു സൈറ്റോകൈൻ വന്ന് ഈ റിസപ്റ്ററുമായിട്ട് അറ്റാച്ച് ചെയ്യാറാവുമ്പോഴാണ് റിസപ്റ്റർ ഒളിഗോമറൈസേഷൻ അല്ലെങ്കിൽ ഡൈമറൈസേഷൻ ഹാപ്പൻ ചെയ്യുന്നത്. അതായത് ഒളിഗോമറൈസേഷൻ വെച്ചാൽ മോണോമർ ടു ഒളിഗോമർ, അതിനെയാണ് ഒളിഗോമറൈസേഷൻ അല്ലെങ്കിൽ ഡൈമറൈസേഷൻ. ഡൈമറൈസേഷൻ വെച്ചാൽ ആഡിങ് അപ്പ് നടക്കുക. അതായത് നിങ്ങൾക്ക് നെക്സ്റ്റ് സ്റ്റെപ്പിൽ കാണാൻ പറ്റും, വെൻ സൈറ്റോകൈൻ ഗെറ്റ് അറ്റാച്ച് ടു ദ ബോത്ത് റിസപ്റ്റർ, ആ രണ്ട് റിസപ്റ്ററിലും കൂടെ അറ്റാച്ച് ചെയ്താണ് സൈറ്റോകൈൻ കാണുക. അതാണ് ഒളിഗോമറൈസേഷൻ എന്ന് പറയുന്നത്. സോ വെൻ cytokine get attached to the receptor, this Janus kinase get activated. Janus kinase എന്ത് പറ്റും, ആക്ടിവേഷൻ നടക്കും. Then this Janus kinase will activate the tyrosine residues. ആ റിസപ്റ്റേഴ്സിനകത്ത് നിങ്ങൾക്ക് കാണാൻ പറ്റും ടൈറോസിൻ റെസിഡ്യൂസ് ഉണ്ട്. ഓക്കെ, സോ ഈ ടൈറോസിൻ റെസിഡ്യൂസിനെയാണ് ഈ ജാനസ് കൈനേസ് അല്ലെങ്കിൽ ജാക്ക് ആക്ടിവേറ്റ് ചെയ്യും, ഈ ഫോസ്ഫോറിലേഷൻ നടത്തും. സോ ജാക്ക് ഗെറ്റ് ആക്ടിവേറ്റഡ് ആൻഡ് ഫോസ്ഫോറിലേറ്റ് the tyrosine residues present in that receptor. മറ്റേടത്താണെങ്കിൽ ആ റിസപ്റ്റർ സ്വന്തമായിട്ട് തന്നെ ഓട്ടോ ഫോസ്ഫോറിലേഷൻ ആയിരുന്നു നടത്തുന്നത്. ഇവിടെ സ്വന്തമായിട്ട് അതിന് ഓട്ടോ ഫോസ്ഫോറിലേഷൻ നടത്താൻ സാധിക്കില്ല. സോ ആരാണ് ഫോസ്ഫോറിലേഷൻ നടത്തുന്നത്, നമ്മളെ ജാക്കാണ് ഓട്ടോ ഫോസ്ഫോറിലേഷൻ അല്ലെങ്കിൽ ഫോസ്ഫോറിലേഷൻ നടത്തുന്നത്. ഓട്ടോ ഫോസ്ഫോറിലേഷൻ അല്ല, ഫോസ്ഫോറിലേഷൻ നടത്തുന്നത് ജാക്കാണ്. ഫോസ്ഫോറിലേഷൻ ടൈറോസിൻ റെസിഡ്യൂസിനകത്ത് എന്ത് ഫോസ്ഫോറിലേഷൻ നടക്കുന്നത്. സോ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഈ ഫോസ്ഫോറിലേറ്റഡ് ആയിട്ടുള്ള ടൈറോസിൻ റെസിഡ്യൂസിനകത്ത് എന്ത് വന്ന് അറ്റാച്ച് ചെയ്യും, സ്റ്റാറ്റ് എന്ന് പറയുന്ന പ്രോട്ടീൻ വന്ന് ഫ്രീ മൂവിങ് ആയിട്ടുള്ള സ്റ്റാറ്റ് വന്ന് അറ്റാച്ച് ചെയ്യും. സോ എന്താണ് സ്റ്റാറ്റ്? സിഗ്നൽ ട്രാൻസ്ഡ്യൂസർ ആൻഡ് ആക്ടിവേറ്റർ ഓഫ് ട്രാൻസ്ക്രിപ്ഷൻ എന്നാണ് സ്റ്റാറ്റ് എന്ന് മീൻ ചെയ്യുന്നത്. സോ ഈ പ്രോട്ടീൻ വന്ന് ഈ ടൈറോസിൻ റെസിഡ്യൂസ്, അതായത് ഫോസ്ഫോറിലേറ്റഡ് ആയിട്ടുള്ള ടൈറോസിൻ റെസിഡ്യൂസിനകത്ത് ആര് വന്ന് അറ്റാച്ച് ചെയ്യും, സ്റ്റാറ്റ് വന്ന് അറ്റാച്ച് ചെയ്യും. ആൻഡ് ദെൻ ദാറ്റ് സ്റ്റാറ്റ് ഗെറ്റ് ഫോസ്ഫോറിലേറ്റഡ്, സ്റ്റാറ്റിനെ എന്ത് ചെയ്യും, ഫോസ്ഫോറിലേഷൻ നടത്തും. സോ ദെൻ നെക്സ്റ്റ് സ്റ്റെപ്പ് വിൽ ഹാപ്പൻ. ദെൻ ഒക്കോസ് ദ ഡൈമറൈസേഷൻ വിയ SH2 ഡൊമൈൻസ്. അതായത് ആ സ്റ്റാറ്റ് വന്ന് ഈ ടൈറോസിൻ ഫോസ്ഫോറിലേറ്റഡുമായിട്ട് അറ്റാച്ച് ചെയ്തതിന് ശേഷം ജസ്റ്റ് അതങ്ങ് ലീവ് ചെയ്യും അവിടുന്ന്, അത് ഡിറ്റാച്ച് ചെയ്യും അവിടുന്ന്. ആ രണ്ട് സ്റ്റാറ്റും ഡിറ്റാച്ച് ചെയ്തിട്ട് അത് തമ്മിൽ കമ്പൈൻ ചെയ്യും, അതായത് ഡൈമറൈസേഷൻ നടക്കും. ഈ രണ്ട് സ്റ്റാറ്റും അങ്ങ് ഒന്നിച്ച് ജോയിൻ ചെയ്തിട്ട് അത് ഏത് വഴിയാണ് ജോയിൻ ചെയ്യുന്നത്, SH2 ഡൊമൈൻസ് വഴി രണ്ടും തമ്മിൽ അറ്റാച്ച് ചെയ്യും. ഓക്കെ, സോ ദിസ് സ്റ്റാറ്റ് ഗെറ്റ് ഡൈമറൈസേഷൻ വിയ SH2 ഡൊമൈൻ ആൻഡ് ദെൻ ന്യൂക്ലിയർ ട്രാൻസ്ലൊക്കേഷൻ വിൽ ഹാപ്പൻ. ഈ അറ്റാച്ച് ചെയ്ത സ്റ്റാറ്റ് എന്ത് ചെയ്യും, അത് നേരെ DNA-ക്കകത്ത് അല്ലെങ്കിൽ നമ്മളെ ന്യൂക്ലിയസിനകത്ത് എൻ്റർ ചെയ്യും. ദെൻ വേരിയസ് ട്രാൻസ്ക്രിപ്ഷണൽ ഇൻഡക്ഷൻ, ബാക്കിയുള്ള കാര്യങ്ങൾ, അതായത് എൻസൈം ലിങ്ക്ഡ് റിസപ്റ്റർ ട്രാൻസ്ഡ്യൂസ് റെസ്പോൺസ്, ബയോളജിക്കൽ റെസ്പോൺസ്, ജീൻ ട്രാൻസ്ക്രിപ്ഷൻ, അങ്ങനെയുള്ള എല്ലാ പ്രോഗ്രാംസും പിന്നെ നടക്കും വൺസ് ഇറ്റ് എൻറ്റേഴ്സ് ഇൻ ടു ദി ന്യൂക്ലിയസ്.
സോ ഈ ഒരു എൻസൈം ലിങ്ക്ഡ് റിസപ്റ്റർ റെസ്പോൺസ് എന്ന് പറയുന്നത് ഇറ്റ് വിൽ ടേക്ക് സം ഫ്യൂ മിനിറ്റ്സ് ഓർ മേ ബി ഇറ്റ് വിൽ ടേക്ക് സം ഫ്യൂ അവേഴ്സ് ഫോർ ടേക്കിംഗ് പ്ലേസ്. സോ ഫസ്റ്റ് എന്ന് പറയുന്നത് ഒന്നും കൂടെ ഒന്ന് റിവൈൻഡ് ചെയ്തേ. ഫസ്റ്റ് എന്ന് പറയുന്നത് നമ്മൾ സൈറ്റോകൈൻ അല്ലെങ്കിൽ ലിഗാൻഡ് വന്ന് റിസപ്റ്ററിനകത്ത് ബൈൻഡ് ചെയ്യാൻ നേരത്ത് റിസപ്റ്റർ ഒളിഗോമറൈസേഷൻ ഉണ്ടാവും. ദാറ്റ് മീൻസ് കോമ്പിനേഷൻ ഉണ്ടാവും. സോ അഡീഷൻ അല്ലെങ്കിൽ കോമ്പിനേഷൻ ഉണ്ടാവും. അതിനുശേഷം ഇറ്റ് വിൽ ആക്ടിവേറ്റ് ജാക്ക് ഗെറ്റ് ആക്ടിവേറ്റഡ് ആൻഡ് ഇറ്റ് ആക്ടിവേറ്റ് അല്ലെങ്കിൽ ഫോസ്ഫോറിലേറ്റ് ദ ടൈറോസിൻ റെസിഡ്യൂസിൻ്റെ ഫോസ്ഫോറിലേഷൻ ഹാപ്പൻ ചെയ്യും. നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് സ്റ്റാറ്റ് വന്ന് ഈ ടൈറോസിൻ റെസിഡ്യൂസുമായിട്ട് അറ്റാച്ച് ചെയ്യും. ദെൻ ദ സ്റ്റാറ്റ് ഗെറ്റ് ഫോസ്ഫോറിലേറ്റഡ്. സ്റ്റാറ്റ് ഫോസ്ഫോറിലേഷൻ നടക്കും. ദെൻ സ്റ്റാറ്റ് അണ്ടർഗോ ഡൈമറൈസേഷൻ. അതായത് ഈ രണ്ട് സ്റ്റാറ്റും കൂടെ കമ്പൈൻ ചെയ്യും. ദേ ഗെറ്റ് കമ്പൈൻ വിത്ത് ഈച്ച് അതർ ത്രൂ SH2 ഡൊമൈൻ. SH2 ഡൊമൈൻസ് വഴി ഈ രണ്ട് സ്റ്റാറ്റും ഡൈമറൈസേഷൻ അണ്ടർഗോ ചെയ്യും. ഓൺസ് ഇറ്റ് അണ്ടർഗോ ഡൈമറൈസേഷൻ ഇറ്റ് ഗെറ്റ് ട്രാൻസ്ലോക്കേറ്റഡ് ഇൻ ടു ദി ന്യൂക്ലിയസിനകത്തോട്ട് എൻ്റർ ചെയ്യും. ദെൻ വേരിയസ് ട്രാൻസ്ക്രിപ്ഷൻ പ്രോസസ് വിൽ ടേക്ക് പ്ലേസ്. ജീൻ ട്രാൻസ്ക്രിപ്ഷൻ പോലുള്ള പ്രോസസ്സും സെൽ ഗ്രോത്ത് ഫാക്ടേഴ്സും അങ്ങനെയുള്ള ഡിഫറൻസിയേഷനും അങ്ങനെയുള്ള പ്രോസസ്സ് എല്ലാം സെല്ലിനകത്ത് സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങും. സോ ഇതാണ് ജാക്ക് സ്റ്റാറ്റ് പാത്വേ എന്ന് പറയുന്നത്.